മിക്കവരും കേട്ട് വന്ന ഒരു ഡയലോഗാണ്, കഷ്ടപ്പാട് അറിഞ്ഞു വളരണം, കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നാലേ നമുക്ക് ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്ന്. അത് ആ സമയത്ത് മമ്മിയൊക്കെ ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ പറയും, എന്റെ മമ്മി അതൊക്കെ പഴയ കാലം, ഇപ്പൊ ആ സമയമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും കഷ്ടപ്പാട് അറിയാണ്ട് സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒത്തിരി പേര് കഷ്ടപ്പാട് അറിഞ്ഞു വളരുന്ന ആൾക്കാരുണ്ട്. എന്റെ ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, കോളേജിൽ വന്നപ്പോഴും കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടില്ല, ചോദിച്ച് കരയേണ്ടി വന്നിട്ടില്ല, പപ്പ അറിയിച്ചിട്ടില്ല, കഷ്ടപ്പാടൊന്നും അറിയിച്ചിട്ടില്ല. പപ്പ വിളിച്ച് ചോദിക്കും, പപ്പേ ഇത്രാം തീയതി ഫീസ് അടക്കണം. പപ്പ ആ ഒരു ദിവസം പപ്പയുടെ മനസ്സിൽ വെച്ച് ഒരു ദിവസം മുന്നേ ഫീസ് എന്റെ അക്കൗണ്ടിലേക്ക് ഇടും. അങ്ങനെ എന്റെ നഴ്സിംഗും കഴിഞ്ഞു, സ്കൂളിംഗും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഒരു കഷ്ടപ്പാട് അറിയാണ്ട് വളർന്ന് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. പപ്പയുടെ തലയിൽ നിന്ന് മാറി ഇനി നമ്മളെ പത്തം പഠിപ്പിച്ചിട്ട് പപ്പേനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കഷ്ടപ്പാട് അറിയാണ്ട് ഒരു ബുദ്ധിമുട്ട് അറിയാണ്ട് വളർന്നതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്റെ ലൈഫിൽ കാണാൻ തുടങ്ങിയത്. ഒരു ചെറിയ പ്രശ്നം വന്നോട്ടെ, ഒരു ചെറിയ കാര്യം വന്നോട്ടെ, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്റെ കയ്യിൽ സേവിങ്സ് ഇല്ലാന്ന് വെച്ചോ, ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പം തന്നെ ഞാൻ ഇമോഷണലി ഡാമേജ് ആയി, കരച്ചിരി ബഹളം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആ സ്ഥാനത്ത് എന്റെ ചുറ്റും കുറച്ച് കഷ്ടപ്പാട് അറിഞ്ഞു വളർന്ന പിള്ളേരും അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല അവരുടെ മുന്നിൽ. അവർ എന്ത് പ്രോബ്ലം അവരുടെ ലൈഫിൽ വന്നാലും അവർ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അവർ ഈ കരഞ്ഞ് ബഹളം വെച്ച് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്ന് അങ്ങനെയൊന്നുമല്ല അവരുടെ ബിഹേവിയർ. അത് എന്ത് പ്രശ്നം വന്നാലും റെഡി ആയിട്ട് നിൽക്കും. അവർ മെന്റലി ഫിസിക്കലി ഇമോഷണലി ഒക്കെ സ്റ്റേബിളാണ്. ഞാൻ അവിടെ ഒന്നും സ്റ്റേബിൾ അല്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് കുറച്ച് ഞാൻ സ്റ്റേബിൾ ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ കരഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഫേസ് ചെയ്ത് നേടിയെടുക്കണം എന്നുള്ള മെന്റാലിറ്റി വന്നത്. ശരിയാണ്, ചിലവരുടെ പാരന്റ്സ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ചിലവരുടെ പാരന്റ്സ് സമയം എടുത്തായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. ഒരു പാരന്റ്സും ആഗ്രഹിക്കുന്നില്ല അവർ അനുഭവിച്ച കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ അവരുടെ മക്കൾ അനുഭവിക്കണം. ഒരു പാരന്റ്സ് ആഗ്രഹിക്കുന്നില്ല. ഒരു 99% പാരന്റ്സും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവർ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഓരോ ദിവസം അവരുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും മറ്റു പിള്ളേരായിട്ട് കമ്പയർ ചെയ്ത് നോക്കി അവരുടെ അപ്പനമ്മയും അവർക്ക് നല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. അവരുടെ അപ്പനമ്മയും ഫീസ് അടയ്ക്കുന്നു, സമയത്ത് ഫീസ് അടയ്ക്കുന്നു, ഇത്രയും സമയം എടുക്കുന്നില്ല. ഞങ്ങൾക്ക് എന്താ ഇങ്ങനെയും നമ്മളിത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് എത്ര വലിയൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്തെടുക്കാനും നിങ്ങൾ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സ്പൂൺ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, ഇമോഷണലി അവർ ഡൗൺ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാം നേടിയെടുക്കും. അപ്പൊ ഇപ്പം എന്ത് നിങ്ങൾക്ക് കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും എപ്പോഴും ചിന്തിക്കുക അത് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ആൻഡ് ബി താങ്ക്ഫുൾ ടു യുവർ പാരന്റ്സ്. അത് ഇത്രയും കാര്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം കിട്ടുന്ന ഒരു ചെറിയ വിഷമോ കാര്യങ്ങളോ ഭാവിയിൽ വലിയ സന്തോഷത്തിന് കാരണം.